കൂറുമാറി സ്ഥാനം നേടുന്ന സംഭവങ്ങളുണ്ടായി. പലയിടത്തും ഈ പറയുന്ന ടോസ് ഇട്ടിട്ട് അവസാനം പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുക നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടു. അങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ 46 പഞ്ചായത്തിൽ നറുക്കെടുപ്പ് ഭരണം നിർണ്ണയിച്ചപ്പോൾ മുന്നിലെത്തിയത് LDF ആണ്. അങ്ങനെ നറുക്കെടുപ്പിലൂടെ 19 പഞ്ചായത്തിൽ LDFന് ജയിക്കാനായി 18 എണ്ണം UDFിനൊപ്പം നിന്നു. NDAയ്ക്കൊപ്പം 7 എണ്ണം നിന്നു. അപ്പോൾ ഇതിലൊന്നും തന്നെ ഓപ്പറേഷൻ താമര എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ നോക്കൂ, പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ജോൺ ബ്രിട്ടാസ് തുടങ്ങിയ നേതാക്കളൊക്കെ മറ്റത്തൂർ എടുത്തുകൊണ്ട് വലിയ രീതിയിൽ ഇവിടെ ഒരു സഖ്യമാണ് എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു വാദം മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിൽ പിടിച്ചങ്ങ് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തോറ്റമ്പി കഴിയുമ്പോൾ ഇതാണല്ലോ വാദമെന്ന് മറുവശത്ത് പറഞ്ഞു. പക്ഷേ ഇവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും? ഇവരിപ്പോൾ ഭരിക്കാൻ പോവുകയാണ്. ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ആ പഞ്ചായത്തിന്റെ എന്താണ് അതിൽ പഞ്ചായത്തിൽ വരാൻ പോകുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടും നിർണായകമാണ്. ഏതായാലും ഇതിപ്പോൾ ഒരു ഓപ്പറേഷൻ താമരയായി രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി SDP-യുമായിട്ടുള്ള ചില ധാരണകളുടെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പഞ്ചായത്തിൽ, പത്തനംതിട്ടയിൽ ഒരു പഞ്ചായത്തിൽ SDP-യുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. വേറെ ചിലയിടത്ത് പിന്തുണ വേണോ വേണ്ടയോ എന്ന രൂപത്തിൽ വേണ്ട എന്നിവിടെ പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടും അവിടുത്തെ പ്രാദേശിക നേതൃത്വം അങ്ങല്ലാതെ വഴങ്ങാതെ നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ ചിലയിടത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില കാഴ്ചകളുണ്ട് എന്നതല്ലാതെ ഇത് ആത്യന്തികമായി സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഒരു നിലപാടായിട്ട് തന്നെ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ BJPക്ക് അങ്ങനെ ഒരു തന്ത്രം ഇവിടെ പ്രയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ